ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? എൻ്റെ കയ്യിരിക്കുന്ന കണ്ടോ നിങ്ങൾ? മോമോസ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മോമോസ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് വാട്ടോ. ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് ആവശ്യത്തിനുള്ള മൈദപ്പൊടി, ഇതേ മൈദപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവൊന്നും പറയില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേണ്ട മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കട്ടിക്ക് ഒരു ചപ്പാത്തി പരുവല്ലേ, അങ്ങനെ മതി കേട്ടോ. ഒരുപാട് ലൂസായി പോകണ്ട. ഞാൻ എടുത്തതേ കുറച്ച് ലൂസായി പോയിട്ടുണ്ട്. ഒന്ന് ടൈറ്റായി കൊടുത്താൽ മതി കേട്ടോ. ഞാനേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടേ നല്ല ഡോ ആയിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചുകൂടെ വെച്ച് കിട്ടും. അത് നമുക്കൊരു 1 to 2 hours ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് 2 hours വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാനുള്ള പരിപാടി എടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് 3 തക്കാളിയും കുറച്ച് ഗാർലിക്കും എടുക്കാം കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്യണേ. നമുക്ക് തക്കാളിയും ഗാർലിക്കും കൂടെ പുഴുങ്ങി എടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നേരത്തെ വെച്ചില്ലേ, അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കേട്ടോ. ഇത്രയും മതി. ഇത് നമുക്ക് തോല് കളഞ്ഞിട്ട് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് തന്നിക്കുമെന്ന് ഉറപ്പ് വരുത്തണേ. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാറ്റിയെടുക്കാം. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അധികം ചൂടുണ്ടെങ്കിൽ പിന്നെ തൊടാൻ നിൽക്കണ്ടേ, തളഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കാൻ എളുപ്പത്തില്ലേ, നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട്, ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ല ഹൈ സ്പീഡിൽ 2 വട്ടം അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ഫൈനായിട്ട് കിട്ടും. ഫൈനായിട്ട് അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്കന്ന് അത് അരിച്ചെടുത്താൽ മതി കേട്ടോ. അത് അരിച്ചെടുത്തിട്ട് നമുക്ക് നേരത്തെ യൂസ് ചെയ്ത് ചട്ടിയില്ലേ, അതൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വറ്റിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഞാനത് ഒഴിച്ചു കൊടുത്തേക്ക് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് തോന്നുന്നു കേട്ടോ. അത് സപ്ലൈക്കോ നങ്ങാൻ വാങ്ങിയത്. നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 2 എണ്ണം എടുക്കാം. എന്നിട്ട് വറുത്തെടുക്കാം. എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാനൊക്കെ 3 എണ്ണം എടുത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ചില്ലി ഫ്ലേക്സ് അടിച്ചെടുത്തേക്ക്. ഇത് നമുക്ക് അതിനകത്ത് കേട്ടോ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പം മുളകൊക്കെ ഇടാം. കുരുമുളക്, കുറച്ച് ഉപ്പേ മതിയോ, മുളക് പൊടി കുറച്ച് കുരുമുളക് കൂടെ ഇടാം. കുറച്ച് മതി. കുറച്ച് പഞ്ചസാര, സ്പൂൺ ഇറങ്ങണമെന്നില്ല, കയ്യിലിടാട്ടോ. കുറച്ച് പഞ്ചസാര മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ഇടാം കേട്ടോ. കുറച്ച് മതി. ഉദ്ദേശിച്ച എസ്തെറ്റിക് ആയിട്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അങ്ങോട്ട് ഒത്തില്ല. ഭയങ്കര തിന്നായിട്ട് എങ്ങോട്ട് അരിഞ്ഞ കേട്ടോ. ഉള്ളി പോലും അറിയരുത് ഉള്ളി മോമോസിൻ്റെ അകത്ത് കിടക്കുന്നത്. ആ രീതിയിൽ വേണം വയ്ക്കാൻ കേട്ടോ. പൊടി പോലെ വയ്ക്കണേ. 4ആയിട്ട് കീറിയിട്ടാട്ടോ. അത് കാണുന്നുണ്ടോ? 4ആയിട്ട് കീറിയിട്ടാട്ടോ കേട്ടോ. നമ്മൾ നൈസായിട്ട് അതിന് പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അത്ര ഇതായിട്ടൊന്നും അരില്ല കേട്ടോ. പിന്നെ ചിക്കൻ്റെ കൂടെ ഇട്ട് അരിക്കാനുള്ള അടിച്ചെടുക്കാനുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെ അത് ഓനിയൻ. ഇത്രയും കേട്ടോ സാധനം. ഇത് ചിക്കനേ ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിലും കൂടെ ആഡ് ആക്കാം കേട്ടോ. ഇത് ഗാർലിക് കേട്ടോ. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തേക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. കേട്ടോ ഇതിലേക്ക് ഇടാവേ. നമുക്ക് ഉപ്പ് ഇടാം കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ. കുറച്ച് മതി. ഉള്ളി അല്ല പച്ചമുളക് ഭയങ്കര കുനുകുനാന്നായ മോമോസ് ഒരു രീതിക്ക് വേണം നമ്മൾ ഇതൊക്കെ അരിഞ്ഞെടുക്കാൻ. ഓക്കെ, നമുക്ക് കട്ട് ചെയ്തിട്ട് ഇളക്കട്ടെ കേട്ടോ.
കേട്ടോ. എന്തോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി പണിയെടുക്കാം കേട്ടോ. ഇത് ചിക്കു ജ്യൂസാണ്, നല്ല ജ്യൂസാണ്, അടിപൊളി. നമ്മൾ ഒരു 1 hour വെച്ച് 1 hour മേലെ വെച്ചിട്ടുണ്ടോ, ഞാൻ 10:30 ആവാൻ വെച്ചാൽ ഇപ്പോൾ ഒരു 12 സംതിങ് ആയിട്ട് ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് മതി കേട്ടോ. നമുക്കിത് പരത്തി ഭയങ്കര തിന്നായിട്ട് വെച്ചിട്ടേ ഇതിൻ്റെ അകത്തേക്ക് നമുക്കിത് ആ ഫില്ലിങ് ഇല്ലേ, കാണിച്ചു കൊടുക്കാം. ഫില്ലിങ് ഇതേ, ഈ ഫില്ലിങ് ഈ ഫില്ലിങ്ങേ എനിക്കിൻ്റെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചോറിനെടുക്കാം. നമുക്ക് ഈ ഒരു ഷേപ്പില്ലേ, കുറേ ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ചീറ്റിപ്പോയി. ഇതിൻ്റെ അകത്ത് ഒറ്റൊന്ന് മാത്രമേ നന്നായുള്ളൂ. എന്ത് കളിക്കുക മതി. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഇടുന്ന ഞാൻ കാണിച്ചു കേട്ടോ. നല്ല ബോളായിട്ട് ഈ ചിക്കനേ ഒടുക്കത്തെ സ്മെല്ലാട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ ചിക്കന് സത്യം പറഞ്ഞാൽ ഒന്നും ഇടണ്ട, ഇത് മാത്രം മതി. നാവിൽ വെള്ളം ഊറുന്ന സാധനമാണ് ഇത് തോന്നുന്നത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. എൻ്റെ പൊടി കുറച്ച് ലൂസായിപ്പോയി. ഞാൻ പൊടി ഇട്ടിട്ടിട്ട് കുറച്ച് ടൈറ്റാക്കി എടുത്താൽ കേട്ടോ. ഉണ്ടോ ഞൊറി ഇടുന്ന സൈഡിലേക്ക് കാണിച്ചു കൊടുക്കാമേ. ഉണ്ടോ ഇങ്ങനെ ബാക്കി ഫുള്ള് ചെയ്തെടുക്കണം. ക്യാമറ മാറ്റിയാൽ മതി, ഞാനിത് പിടിച്ച് കളിക്കണ്ട. ഓക്കെ, കുറച്ച് കൊന്തിക്കും കേട്ടോ. നമ്മുടെ മോമോസൊക്കെ സ്ഥലത്തിലൊന്നും ഷേപ്പൊന്നും ഇല്ല. ഇത് അമ്മേൻ്റെ കേട്ടോ. ചില ഷേപ്പൊന്നും ഇല്ലാത്തതൊക്കെ ഉണ്ട്, എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അമ്മിൻ്റെ അകത്ത് മറ്റേ തട്ടില്ലേ, അപ്പോൾ ഉണ്ടാക്കുന്ന തട്ട്, ഇത് വെച്ചിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കിട്ടോ. ഇതൊന്നും തിളയ്ക്കട്ടെ. മോമോസ് ഓരോന്നായിട്ട് അതോ ഒന്നുമല്ലേ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടെണ്ണം വെച്ച് ഇതാക്കണ്ട, കുറച്ച് കുറച്ചാ മൂടിയൊക്കെ കേട്ടോ. അതൊക്കെ ഒരു 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ തട്ടിൻ്റെ മുകളിലും കൂടെ എടുത്ത് കേട്ടോ സേവ് ചെയ്യേ. കുറച്ച് ഭംഗിയാണേ, പക്ഷേ ഇതാ ഒരു മോമോസ് എടുക്കുക, ഈ ചട്നിയിൽ അങ്ങോട്ട് ഡിപ്പ് ഈ സൈഡിലേക്ക് വാ. ഈ ഡിപ്പെന്ന് കാണിച്ചു കൊടുക്കുക. ഫോക്കസ് നോക്കുക. അതിൻ്റെ മുന്നേ മസാലയ്ക്ക് അടിപൊളി സ്മെല്ലാണ്, ഒരു രക്ഷയില്ല കേസ്. ഞാൻ ഇപ്പം തന്നെ വെക്കും, അത്രയും ടേസ്റ്റാട്ടോ. മോമോസ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നമുക്ക് കാണാം. നിങ്ങൾക്കും എല്ലാവരും ട്രൈ ചെയ്തിട്ടേ അഭിപ്രായം പറയാം കേട്ടോ. ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നാൽ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.